വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കോൾ മീ ഷസാമുമായിട്ടിരിക്കുകയാണ്. നമ്മൾ വാച്ച് വന്ന് വാങ്ങിച്ചത് കുറച്ച് റിപ്പയർ പണികളുണ്ട്. അത് സ്വിസ് ടൈം ഹൗസിൽ പോയി കൊടുത്ത് മാറ്റണം. പിന്നെ ഇബിനുവിന്റെ കല്യാണത്തിന് വാച്ച് മേടിക്കണം. നാളെയാണ് ഇബിനുവിൻ്റെ കല്യാണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സിനിമയുണ്ട്. കാർത്തിക് ആൻഡ് ഗ്യാങ്ങിനെ കാണുന്നുണ്ട് ഫുഡ് അടിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മളതൊരു പൊതിപ്പൊറോട്ട വ്ളോഗാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് റീസെൻ്റ്ലി കഴിച്ചതിൽ ഏറ്റവും കിടിലം ഫുഡാണത്, പൊതിപ്പൊറോട്ട. അതായത് സൂപ്പർ ടേസ്റ്റ് അല്ലേ. ഓ, അതിൽ 2 പൊറോട്ടേ ഉള്ളൂ. നമ്മള് വൈറ്റില സീലോൺ ബേക്ക് ഹൗസിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഇനി നമ്മൾ ഷെണോയ്സിലാണ് ഭൂമി ബുക്ക് ചെയ്തിരിക്കുന്നത്. സൂസായേ എന്തെന്നെ പേര്, സാഫ്രം സോ എന്ന എന്തോ പറഞ്ഞൊരു പടം. അപ്പം അത് ഭയങ്കര പടമൊന്നും റിവ്യൂവും സാധനങ്ങളും ഒക്കെ എല്ലാരും പറയണത് ഒരേ സ്വരത്തിൽ കണ്ടവരൊക്കെ നല്ലതെന്ന് പറയണത് കൊണ്ട് നമ്മൾ വിചാരിച്ചു സുമതി വളവ് സെക്കൻഡ്. എനിക്ക് പറയാനുള്ളത് വേർഡ് ഓഫ് മൗത്ത് ഇസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും വേർഡ് ഓഫ് മൗത്ത് വിശ്വസിച്ച് സുമതി വളവ് നാളത്തേക്ക് ആക്കുന്നു. ഇന്ന് നമ്മൾ സൂഫ്രം സോ കാണാൻ പോകുന്നു. എന്നിട്ട് പിന്നെ ഈ പൊറോട്ട നോക്കട്ടെ ഗൈസ്. അത് ബൈപ്പാസിലെ സിലോൺ ബേക്ക് ഹൗസിൽ നിന്നാണ് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നത്. അടിപൊളിയാണ്. അത് ചൂടോടെ തന്നെ കിട്ടുക, വാഴയിലയിൽ പൊതിഞ്ഞ്. അടിപൊളിയാണ്. ഇന്ന് MG റോഡിൽ ഷെനോയ്സിലല്ലേ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പം അവിടുത്തെ ഓപ്പോസിറ്റാണ് ഈ സിലോൺ ബേക്ക് ഹൗസ്. സോ അവിടെ നിന്ന് ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് ബാക്കിയുള്ളവരും കൂടെ പറയട്ടെ. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അതിന് ബീഫും കഴിച്ച് ചിക്കനും കഴിച്ചിട്ടുണ്ട്, 2 നൈസാണ്. അപ്പം ലെറ്റ്സ് സീ. അപ്പോൾ ആദ്യം നമ്മൾ വാച്ച് കടയിൽ പോകാം ഗൈസ്. അവിടെ ചെയ്യണം. ബൈ ഗൈസ്. നമ്മൾ സ്വിസ് ടൈം ഹൗസിൽ വന്നിരിക്കുകയാണ്. അവരുടെ പുതിയ ഷോറൂം. ഒരു രക്ഷയില്ല. വൈഡ് എടുത്താൽ ഫ്ലിക്കറിങ് സൂപ്പർ കേട്ടോ ഷോറൂം. വാഡോ ഓഫ് 7 ഫ്രൈഡേ. നമ്മൾ ഇബിനുവിന് വാച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ്, അവൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട്. ഫോസ്. അങ്ങനെ നമ്മൾ സ്വിസ് ടൈം ഹൗസിൽ വന്നിരിക്കുകയാണ്. വേണ്ട ഈ വാച്ച് എങ്ങനെയുണ്ട്? ഫോസിൻ്റെയാണ്, ഫുൾ ഗോൾഡ്. ഇതൊക്കെ ഇടും. റോളക്സ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓഡിമർ PK, ഒരു റോയൽ ഓക്കിൻ്റെ ഒരു സ്റ്റൈൽ വാച്ച് സെലക്ട് ചെയ്യട്ടെ ഗൈസ്. കൊള്ളാം, നൈസ് ഷോറൂം. വാച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി, നൈസായിരിക്കും ഗൈസ്. നമ്മളത് വാച്ച് സെലക്ട് ചെയ്തിട്ട് വരാം. ഇത് നോക്കിയ ടേബിൾ സൂപ്പർ, 15,500 രൂപ. സോഫയിലൂടെ ഇടാനുള്ള സംഭവം വീട്ടിൽ ഐറ്റം കേട്ടോ. വാച്ചിൻ്റെ ഷേപ്പിലുള്ള ടേബിൾ, നൈസ്. അപ്പോൾ നമ്മൾ 2 വാച്ച് എടുത്ത് ഗൈസ്. അവർക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുത്തു, ആണിനും പെണ്ണിനും ഉള്ള വാച്ച്. എനിക്ക് തോന്നുന്നു അർമാനി എക്സ്ചേഞ്ചിൻ്റെ വാച്ച്. ഐ ഹോപ്പ് ദേ ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കഫിക്കാനയിലോട്ട് നമ്മൾ പോവാണ്. ഷാസിൻ്റെ ഒരു ഫോളോവർ വരുന്നുണ്ട്, അപ്പം പുള്ളിയെ കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകും. ക്ലോക്കിൻ്റെ സൈസ് കണ്ടു ഗൈസ്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. ഞാനും കൂടെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ത് സൈസ് ഉണ്ടെന്നുള്ളത്. കൊള്ളാം. ഇന്ന് അലാറം ക്ലോക്കാണ്. രസമുണ്ട് കേട്ടോ. ഇതാണ് ജമട്ട് സാധനം. ഇതും ഇഷ്ടപ്പെട്ടു. ഈ സാധനം വേൾഡ് ക്ലോക്ക് പോലത്തെ ഐറ്റം. ആണോ ആ ചാൻസ്? ഇതാണോ അത്? ഗോൾഡ്. ബിഗ് ഡാഡിയാ? ഫുഡ് ഡാഡി ഉണ്ടോ? ഒന്നൊന്നര ബിഗ് ഡാഡി ആണല്ലോ ഇത്. കയ്യിൽ ക്ലോക്ക് ഇട്ടേക്കണമല്ലോ. മൈ ഗോഡ്, കയ്യിൽ ക്ലോക്ക്. അയ്യോ, ഇത് സൈസ് നോക്കി സാധനത്തിൻ്റെ. നല്ല ചെറിയൊരു വാച്ച് കേസ്, ലോകത്തിലെ ഏറ്റവും സ്മാൾ വാച്ച്. അതിൻ്റെ ഡിസൈനിലെ പെർഫ്യൂമിൻ്റെ. അയ്യോ, നിന്റെ തലേ ബുള്ളറ്റൊക്കെ അടിച്ചാണ് എൻ്റെ. ഓക്കെ ഗൈസ്, നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. ഷാസിന് കൊറിയൻ ബണ്ണ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് പോവാം. നമ്മുടെ മോട്ടിവേറ്റർ ഇവിടെ ഉണ്ട്. ഹായ് പറടാ.
ഇതിപ്പോ നീ എന്നെ കണ്ട ആൾക്കാർ അഭിയാന എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയർ ഹോൾഡർ സെറ്റപ്പായി മാറിയിരിക്കുകയാണ് കേസ്. ഇന്ന് ഇവിടെ ഒരു ഫോളോവർ എനിക്ക് മെസ്സേജ് അയച്ചേ ഉള്ളൂ, ഇവിടെ എന്തൊക്കെയുണ്ട് നല്ല ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞ ഇവിടെ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആളെ കാണാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ. ഇത് എന്തെങ്കിലും വരുന്നുണ്ടോ? കൊറിയൻ പെണ്ണ് മാത്രമേ വന്നുള്ളൂ കേട്ടാ, പുതിയ അനക്കമൊന്നുമില്ല. ആ ഓക്കെ ഗൈസ്, കാലിക്കട്ടിൽ വരുന്നതാണ് പറയുന്നത്. ട്രെൻഡിങ് എന്തോ പുതിയ ഐറ്റം വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. നോക്കാം ഗൈസ്. അത് കുനാഫയല്ലേ? കാലിക്കട്ട് വരുന്നുണ്ട് ഗൈസ് അവരുടെ 2 ഷോപ്പ്. അപ്പോൾ മിക്കവാറും ഒഫീഷ്യൽ ടെസ്റ്റിംഗ് ആയിട്ടൊക്കെ ഞാൻ പോകാൻ ചാൻസ് ഉണ്ട് കാലിക്കറ്റിലോട്ട്. അപ്പം അവിടെ പോയിട്ട് നോക്കാം ഗൈസ് എന്തൊക്കെയാണ് പുതുതായിട്ട് കാലിക്കട്ടുകാർക്ക് അവർ കൊടുക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഇപ്പം നമ്മൾ എന്തായാലും കൊറിയൻ പെണ്ണ് വരട്ടെ, ഇവൻ ടേസ്റ്റ് ചെയ്തോട്ട് കൊള്ളാവില്ല എന്ന് പറയാം. ഓക്കെ ഗൈസ്, കൊറിയൻ ബൺ ഈസ് ഹിയർ. കൊറിയൻ ബണ്ണ് ട്രൈ ചെയ്യുന്ന ഷാസ് കഴിച്ചു നോക്കിട്ട് അവൻ്റെ കഴിച്ചു നോക്ക് എന്നിട്ട് പറ. അന്ന് കഴിച്ച സെയിം ടേസ്റ്റ് തന്നെയാടാ, ടേസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ആ അപ്പം അത് ഞാൻ നോക്കട്ടെ, ഞാൻ ആദ്യം അവൻ്റെ റിയാക്ഷൻ അറിയാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ 2 പാർസലും പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക്. അവർ ഭയങ്കര ഫാനാണ് കൊറിയൻ പെണ്ണിൻ്റെ, അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്കും കൂടെ പറഞ്ഞു. സെയിം കൺസിസ്റ്റൻസി ഉണ്ടോ അന്നത്തെ പോലെ തന്നെ, കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. ഫ്രഷ് ആയിട്ടല്ലേ ഉണ്ടാകുന്നത്. കൊറിയൻ പെൺ വേണ്ടാന്ന് പറഞ്ഞതാ ഒരാൾ തന്നെ, മടാന്ന് തിന്നണ. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം ഗൈസ്, ദാറ്റ്സ് ദ മെയിൻ തിങ്. ഉണ്ടാ സൂപ്പർ സാധനം. കഫിക്കാനെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ്. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കൊറിയൻ പെൺ കഴിക്കുക. ഓ മാനി മറ്റേ സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ് സംഭവം. 10-15 കിലോ കൂടും, എന്നാലും കുഴപ്പമില്ല. സൂപ്പർ കഴിച്ചു, അടിപൊളി. വരാം, ഫുള്ളൊന്ന് കഴിച്ച് തീർത്തോട്ടെ. ബൈ. തുറന്നൂടെ അങ്ങനെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഗൈസ്. എന്റെ വ്ളോഗിൽ നിന്ന് ആർക്കും ഇഷ്ടമില്ല. വെൽക്കം ഗൈസ്, വെൽക്കം. പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ചെലവ് നമ്മള് അവിടെ പോയി കഴിക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്റെ ചെലവാണ്, ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. വീട്ടിൽ ഒതുക്കിയല്ലേ നീ ഇനിയും കരയണോടി, നീ നിന്റെ ഫോട്ടോയ്ക്ക് വേണ്ടി നീ കരഞ്ഞ് നിലവിളിക്കും. കൊണ്ടുപോയി കെട്ടി ഒരുങ്ങി പോയി ഫോട്ടോ എടുത്തിട്ട് ഈ മനുഷ്യൻ ഫോട്ടോ കാണിച്ചു തന്നിട്ടില്ല ഇന്നേ വരെ. എനിക്ക് തരൂലെന്നും പറഞ്ഞു ഗൈസ്. നിങ്ങൾ പ്രതികരിക്കണം. എന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഗൈസ് അത്. ആൾക്കാരെ ഞാൻ ഫോട്ടോ എടുക്കും, മറ്റേ ബിഗ് ഡീൽ എന്ന് പറഞ്ഞ പോലെ ടോണി വിളിക്കും, എന്നിട്ട് കുഴി കാണിക്കില്ലേ. എനിക്ക് ഒട്ടും തന്നില്ല. നിനക്കാണ് ലാസ്റ്റ് തരാൻ പോണത്. നിന്റെ കെട്ടിയവനെ ആദ്യം കൊടുക്കും, എന്നിട്ട് നിന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് നിന്റെ അവന്റെ ഇല്ല, എന്റെ ഉള്ളൂ. ഞാൻ ബാക്കപ്പ് എടുത്ത് ഡിലീറ്റും ചെയ്തു ക്യാമറയൊന്നും. ഇനി ഞാൻ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് മാത്രമേ. നിന്റെ ശാപമല്ലേ, നിനക്ക് തിരിച്ചടിക്കത്തേ ഉള്ളൂ, സീനില്ല. നടന്നോ നമുക്ക് ബാക്കിയുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. എന്താ എവിടെ? ഓ ഇത് കോപ്പിറൈറ്റ് അടിക്കുമല്ലേ? ട്രെയിലർ എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കുമല്ലേ?
സൂപ്പർ ട്രെയിലർ കേട്ടാ, അടിപൊളിയായിരുന്നു. കൂലി പൊളിക്കും ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ട്രെയിലർ ആ നീ എന്നെ എടുത്തു ഇറങ്ങി പോയിട്ടാന്നൊക്കെ വേണ്ട വന്നില്ല. വരും വരും. ഹോം മെയ്ഡ് വട, ഹോം മെയ്ഡ് വട ഫ്രണ്ട് വെച്ചിട്ട് പിസ്ത വാരി തിന്നണം നോക്കിയാണ്. കഴിച്ചു എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് പക്ഷേ വൈകുന്നേരം വേണ്ട, നല്ല ചൂടോടെ സെറ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ റെഡി മിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആഡ് ചെയ്തിട്ടുണ്ട്. യമ്മി വടയും യമ്മി ചട്നിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, പൊതിപ്പൊറോട്ട ഇതാണ് എൻ്റെ ചെലവ്. ഫസ്റ്റ് യൂട്യൂബ് ഇൻകം. അതിൽ ഞാൻ നമ്മുടെ പിള്ളേർക്കൊക്കെ പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാറുള്ള പരിപാടിയാണ് ഗൈസ്. ഇത് നല്ല കിടിലം കിഴി പൊറോട്ടയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഫേവറേറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. ഇവരൊക്കെ ആണെങ്കിലും കൂടെ ഉണ്ടായിരുന്നത്, അപ്പം അവർക്ക് ചെറിയൊരു ട്രീറ്റ് എൻ്റെ ഭാഗം. ഓക്കെ, പൊറോട്ട ഇസ് കമ്മിങ്. ട്രീറ്റ് വന്നു ഗൈസ്, ട്രീറ്റ്. വടയൊക്കെ മാറ്റിയിട്ട് പൊറോട്ട കഴിക്കാം ഗൈസ്. അതെ, പെട്ടെന്ന് പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, എല്ലാം ചിക്കനാണേ. അൺബോക്സിംഗ് ഓഫ് ദ കിഴി പൊറോട്ട. യെസ്, അൺബോക്സിംഗ് എക്സ്പേർട്ട് കാർത്തിക്. ഈ ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ അൺബോക്സ് ചെയ്യണ കണ്ടല്ലേ നിന്നെ? ഞാൻ ചെയ്യേണ്ടി വന്നു. നീ ആപ്പിൾ ഫാൻസിന്റെ ഒരു അപമാനമായി വരികയാണല്ലോ. അത് സൈഡില് അത് എന്റെ സൈഡ് സെറ്റപ്പ് മാത്രമാണ്. നിന്റെ അൺബോക്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും അത് ഞാൻ ഒളിച്ചുകൊണ്ട് നടക്കുകയാണ്, മനസ്സിലായില്ലേ? നീ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഷവോമി നല്ല ചൂടാണോ? അല്ലേ കാരണം ഷെയർ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല കേട്ടോ. അത് കെച്ചപ്പ് എന്തിനാണ് തരണേന്ന് എനിക്ക് തന്നതാ. കിഴി പൊറോട്ടയുടെ കൂടെ കെച്ചപ്പ് എന്തിനാണ് അവര് തരുന്നതെന്ന്. കെച്ചപ്പ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഒരു കിഴിയാ അല്ലല്ലോ, ഒരാൾക്ക് എനിക്ക് കണ്ണം ബ്രോയ്ക്കൂടെ ഷെയർ ചെയ്യാം കേട്ടാ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഒരെണ്ണം നിങ്ങൾക്ക്. ഓക്കെ, കണ്ണം ബ്രോ. അതാണ് സ്നേഹം. ഇതല്ലാതെ നിങ്ങൾ തുറക്കൂ, അൺബോക്സ് ചെയ്യൂ. ആ ബെസ്റ്റ്. ആരാണ് ഫസ്റ്റ് അൺബോക്സ് ചെയ്യണമെന്ന് നോക്കാം. കണ്ണൻ ബ്രോ ആണോ? ആദ്യം ഒരു എക്സ്ട്രാ കിഴി പൊറോട്ട. വീഡിയോ എടുത്ത് വീഡിയോയില് തെളിവുണ്ടാ? വീഡിയോയില് തെളിവുണ്ട്. ആ അത് നോക്കാം. ലാസ്റ്റ് നമുക്ക് അതിൽ കാണിക്കാം സ്ലോ മോഷനിൽ വിന്നറ്. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ടെസ്റ്റിംഗ്. ആരാണ് ആദ്യം? ഓക്കെ ഗേൾസ്, നിങ്ങൾ കഴിച്ചു നോക്കൂ. ലേഡീസ് ഫസ്റ്റ്. അതെ, നിങ്ങൾ ട്രൈ ചെയ്യും. പ്ലേറ്റ് വെച്ചോ? വേണം നിങ്ങൾ അതിൽ നിന്ന് തന്നെ കഴിച്ചോ. ഓ മൈ ഗോഡ്, ഇവന്റെ കൂടെ നടന്ന എല്ലാരും ചളിയന്മാരെ കേട്ടാ. എന്റെ സജഷനോ കഴിച്ചു നോക്കും, സൂപ്പറാണ്. ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ തിന്നാൻ പറ്റുള്ളൂ. രണ്ടെണ്ണമൊക്കെ രണ്ടുപേർക്ക് ഈസി ആയിട്ട് തിന്നാം. നോക്ക്, കഴിച്ചു നോക്ക്. ചിങ്കിടി പിങ്കിടി മുടി കഴിച്ചോ? എങ്ങനെയുണ്ട്? എന്റേതാണ്, അത് ഇടാൻ പറ്റില്ല. മോനെ എങ്ങനെയുണ്ട് കണ്ണം ബ്രോ? താനും സൂപ്പറല്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? ആ ശാരിയോടെ നിന്ന് വെള്ളം ഇറക്കി മൂക്കൊക്കെ തോണ്ടിയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, അവള് ഓൾറെഡി ഫുള്ളാണ് കേട്ടാ. ഗൈസ്, ഇവിടെ പൊറോട്ട എങ്ങനെ ഉണ്ടായിരുന്നു? എവള് കഴിച്ചില്ല, അവളെ ചോദിക്കണ്ട. നിങ്ങൾ പറ. ഇഷ്ടപ്പെട്ടല്ലോ? എനിക്ക് ഇഷ്ടപ്പെടാണ്.
ആ മിസ്റ്റർ ഫുഡ് പാർട്ട്ണർ. കൊള്ളാവോ? കാലങ്ങൾക്ക് ശേഷം പൊറോട്ട ട്രൈ ചെയ്യണം. ആണോ മിസ്റ്റർ കണ്ണം ബ്രോ? അടിപൊളിയല്ലേ? നൈസായതല്ലേ? ഓക്കെ, അപ്പം സക്സസ്ഫുൾ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പോയി സിനിമ കാണാം, അവിടെ പോയി കിടന്ന് ഉറങ്ങാം. ബൈ ഗൈസ്, ടാറ്റാ. ഷാരൂന് പിക്ചർ, ഷാരൂന് ഫോട്ടോ കൊടുക്കണോ വേണ്ടോ നിങ്ങൾ പറയൂ ഗൈസ്. ഞാൻ പറഞ്ഞു തന്നില്ല, ചോദിച്ചടക്കാൻ പറയാ. കുറച്ച് ചോദിച്ചാലേ അതൊരു രസമാണ്. എന്റെ ഒപ്പം നടക്കുന്ന ബാംഗ്ലൂർ ഡേയ്സ്. എന്നാലും കിട്ടൂല അവളെ ഫോട്ടോ. സൂപ്പർ ഐഡിയ അല്ലേ അത്? പവർ ഓഫ് വ്ലോഗ് അതാണ്. ഓക്കെ, കുറെ പേടിത്തൊണ്ടരുമായിട്ട് നമ്മൾ പോയാണ് ഗൈസ് ഹൊറർ ഫിലിം കാണാനായിട്ട്. ആ ഞാൻ നില വിളിച്ച് ഇല്ല, യവനാണെങ്കിൽ കോമഡിയാണ്. വേറെ ദിവസം എവളിപ്പോ ഈ സൗണ്ട് ഉണ്ടാക്കി ഓടിയായിട്ട് ഈ നാട്ടുകാരെ തമ്മിലാണ്. എനിക്ക് തന്നെ പേടിയായി തുടങ്ങി. പ്രയാസത്തിനെ പേടിയില്ല, എവളി ഓടി കണ്ടിട്ട് പേടിയായി. ഇല്ല, എനിക്കിഷ്ടമാണ്. ഞാൻ രാത്രി 12 മണിക്ക് ശേഷം പ്രേതപ്പടം കാണാം. എനിക്ക് ഭയങ്കര കോമഡിയാണ്. ഐ ലൈക്ക് ഇറ്റ്. വാ പോവാ. Come on, let's go. വാ ഇറങ്ങ് സമയല്ലേ, വാ ഇറങ്ങ്. വാ ഓ മൈ ഗോഡ്, ഷാരൂനാ? ഓ ഇവർക്ക് ഫോട്ടോ കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്തേക്കും. വേറെ ഖത്തറിലോട്ട് കൊണ്ടുപോയി അച്ചാർ കച്ചവടം. ഓ വാവ്, കൊള്ളാം. ഇതൊന്നും കാണിച്ചിട്ട് നിനക്ക് ഫോട്ടോ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഡ്രസ്സൊന്നും വേണ്ട, ഫോട്ടോ മതി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്, കുടുംബസമേതം സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവരെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബാക്കിയുള്ളവരൊക്കെ വരും. ഗൈസ് കം ഓൺ, ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഒരു ആംബിയൻസിൻ്റെ എവിടെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. ഷെനോയ്സിൽ വന്നിരിക്കുകയാണ്. സൂഫ്രം സോ എന്ന് പറഞ്ഞ ഹൊറർ കോമഡി പടം കാണാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, കാർത്തി, ഷാസ്, ഇവർ ബടിയാർത്തയാ. അപ്പം പോയി കണ്ടതിന് ശേഷം വരാൻ കഴിയും, നമ്മൾ പറയാം എങ്ങനെയുണ്ട് പടം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും പറയൂ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്ത് പടത്തിന് കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ വേണ്ടേ? ഓക്കെ ഗൈസ്, ഫുൾ സെറ്റായ. ഓ ഇവിടെ മൊത്തം ഇരുട്ടാണല്ലേ. ഓക്കെ, എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു പടം? അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഔട്ട് എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ. ബൈ ഗൈസ്. അപ്പൊ ഇന്നത്തേക്കുള്ള കഴിഞ്ഞു, നാളെ കാണാം. ബൈ.